നിങ്ങളുടെ പല്ലും മോണയും ചേരുന്ന ഭാഗത്ത് ഇതേപോലെ ഒരു വൈറ്റിഷ് യെല്ലോ സബ്സ്റ്റൻസ് ഉള്ള പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് മോസ്റ്റ്ലി കാൽക്കുലസ് ആയിരിക്കും. ഇത് ബ്രഷിങ്ങിലൂടെ പോകില്ല, ഡെന്റൽ സ്കെയിലിങ്ങിലൂടെ മാത്രമേ ഇളക്കി കളയാൻ പറ്റുള്ളൂ. ഇത് കൂടുമ്പോഴാണ് മോണരോഗം ഉണ്ടാവുകയും പല്ല് ഇളകാനുള്ള സാധ്യതയും കൂടുന്നത്. ഒരു ഡെന്റൽ സ്കെയിലിങ്ങിലൂടെ ഇത് പൂർണ്ണമായും നീക്കം ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന കാൽക്കുലസ് മോണയിനെ ബാധിക്കുമ്പോഴാണ് അത് മോണവീക്കം അഥവാ പെരിഡോണ്ടൈറ്റിസ് ആയി മാറുന്നത്. ഈ അവസ്ഥയിൽ പല്ലുകളുടെ ബലം കുറയുകയും അത് ഇളകുകയും നഷ്ടപ്പെടാനും കാരണമാകുന്നു. ഒരു റെഗുലർ ഡെന്റൽ ചെക്കപ്പിലൂടെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം സ്റ്റാർട്ടിങ് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പല്ലുകൾ നഷ്ടപ്പെടുക തന്നെ ചെയ്യും. ഈ നഷ്ടപ്പെട്ട പല്ല് എങ്ങനെ കൃത്യമായി വെക്കുന്നതെന്ന് ഈ വീഡിയോയിൽ കാണാം. തൊട്ടവാടി നീ ദുപ്പട്ടവാലി തൊട്ടപാടെ ഉള്ളാകെ ഭോലി ഭാലി കയ്യാകെ മിന്നി